ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളെ പുതിയ എണ്ണ അല്ലല്ലോ, പുതിയ എണ്ണ അതായത് മണവാട്ടീൻ്റെ നിക്കാഹിനിടാനുള്ള ഷൂ അൺബോക്സിങ് ആണ്. ഞാൻ വിചാരിച്ച് ഇത് കാണിക്കാൻ ഓള് പറയൂല എന്നാണ് വിചാരിച്ചത്. പക്ഷേ നമ്മുടെ മാഡം പറഞ്ഞു, ചേച്ചി പറഞ്ഞു ഇത് കാണിച്ചോളാൻ. അപ്പോൾ വീഡിയോയിൽ കാണിച്ചോളാൻ പറഞ്ഞു, അതുകൊണ്ട് കാണിക്കാണ് കേട്ടോ. മാഡം ഇവിടെ ഇരുന്ന് കാണുന്നുണ്ട്, ഞാൻ പറഞ്ഞു കാണിച്ചു. വേറൊരു ഫോണിൽ വീഡിയോ കോൾ. ഇന്നിവിടെ ഉപ്പച്ചി, ഉമ്മ, അനിയൻ ആരുമില്ല, പഠിക്കാരും വന്നിട്ടില്ല, ഞാനും ചിത്രേച്ചി മാത്രമേ ഉള്ളൂ. ഉപ്പച്ചി ഉമ്മയൊക്കെ കല്യാണം പറയാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് തന്നെ വീഡിയോ എടുക്കാമെന്ന് ഞാനത് തീരുമാനിച്ചു. അപ്പോൾ പുറത്ത് വന്നിരിക്കും ചിത്രചേച്ചി എനിക്ക് കാപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കാം. ഇത് നമുക്ക് വന്നത് ഗുജറാത്ത് വഡോദര. ഓള് ഇൻസ്റ്റഗ്രാമിൽ ബുക്ക് ചെയ്തതാണ് ഈ സാധനം. 6-ാം തീയതി അയച്ചാണ്. ഇന്നിപ്പോൾ എത്രാം തീയതി? 11-ാം തീയതി. ഇത്ര ദിവസം എടുത്ത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടാകും എന്നുള്ളത്. യെസ്, അങ്ങനെ മണവാട്ടിക്ക് നിക്കാഹിനിടാനുള്ള ഷൂ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. മണവാട്ടി ഡ്രസ്സ് കാണിച്ചു തരൂല, പക്ഷെ ഷൂ കാണിച്ചോളാൻ പറഞ്ഞു. എന്നാ ഞാൻ പറഞ്ഞു ഓക്കെ, എന്നാ ഷൂ കാണിക്കാം. ഇനിയിപ്പോൾ കല്യാണം നടക്കാൻ ഇപ്പം എത്ര ദിവസം ഉണ്ട്? ഇന്ന് 11-ാം തീയതി ആയി. 28-ാം തീയതിക്ക് എത്ര ദിവസം ഉണ്ട്? 10-15 ദിവസം. അപ്പം അതിൻ്റെ ഇടയ്ക്ക് നമ്മളെ മണവാട്ടി വരും. മണവാട്ടിക്ക് ഇത് കൊണ്ട കൊടുക്കേണ്ടി വരും ചിലപ്പം. ഇത് കൊണ്ട കൊടുക്കണ്ടല്ലോ അല്ലേ? ഇത് നിക്കാഹിൻ്റെ തലേന്ന് നമ്മൾ അവിടെ കൊടുക്കേണ്ടതാണല്ലോ അല്ലേ, ഓളെ വീട്ടിലേക്ക്. സോറി, ഞാൻ മറന്നു. ഇതിനുള്ള ബോക്സൊക്കെ സെറ്റ് ചെയ്യാം. ഹാമ്പർ എന്നല്ല അതിന് പറയാം, ബോക്സ് സെറ്റ് ചെയ്യുന്നതിന്. നല്ല വൃത്തിയിൽ ചെയ്ത് കൊടുക്കണം. ഓ മൈ ഗോഡ് ഗയ്സ്, സാധനം കാച്ചട്ടെ. ചുഗാണ് ഓൾ ഇടുന്നത്. ഒട്ടിക്കണല്ലോ. ഇത് ചുഗിൻ്റെ ലേസാണ്. ഫുള്ള് പശ അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിക്കണേ. ഇതിൻ്റെ സെറ്റ് ചെയ്യട്ടെ. ഇത് ലേസാട്ടോ വരുന്നത്. ഒറ്റ ലേസാണോ വരുന്നത് മൊത്തത്തിൽ? ഒറ്റ ലേസാണ് അയച്ചിട്ടുള്ളത്. കട്ട് ചെയ്യാനായിരിക്കും ഒരു ഉദ്ദേശിക്കേണ്ടത്. ഒറ്റ ലേസ് അയച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒറ്റ ലേസാണ് ഒരയച്ചത്. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്യേണ്ടി വരുന്നു. തോന്നുന്നു ഷൂവിൻ്റെ മുത്തൊക്കെ അത് അവിടെ കിടക്കണം. പിന്നെന്താണ്, വാവ്, ഇതാണ് നമ്മളെ ഷൂ. കല്യാണ പെണ്ണിൻ്റെ നിക്കാഹിൻ്റെ ഷൂ. അതായത് ഈ വർക്കിന് എന്താ പറയാന്ന് എനിക്കറിയില്ല. ഒരു സ്ട്രിപ്പ് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ മുത്ത് വരുന്നുണ്ട്. ലേസ് വന്നിട്ട് റിബൺ. ഓക്കെ, ഹാൻഡ് വർക്ക്. ഇത് വന്ന് റിബൺ. ലേസ് വന്ന് റിബൺ. പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ ഹാൻഡ് വർക്ക് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഇവിടെ തിളങ്ങുന്ന ടൈപ്പ് എന്തോ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈസ് 39 ഗൈസ്. പുതിയ ഷൂവിൻ്റെ സ്മെല്ലുണ്ട്. കൈബോ ഷൂസുകൾ. ഇത് കസ്റ്റം മെയ്ഡ് ആയതുകൊണ്ട് നമ്മൾ എത്ര രൂപയായും ചോദിച്ചു കഴിഞ്ഞാൽ 3399 ഉറുപ്പ്യാണ് ഞാനിതൊരു അയച്ചു കൊടുത്തത്. അപ്പോൾ ഇതാണ് സാധനം. ഇത് ഇടത്തേക്കാലോ വലത്തേക്കാലോ ഇങ്ങനെയാണ് 2 ഉണ്ടാവുക. കൊള്ളാം എന്ന് വിചാരിക്കുന്നു.
ഒറ്റ ദിവസത്തൊക്കെ യൂസ് ചെയ്യുള്ളൂ, പിന്നെ ഇത് യൂസ് ചെയ്യില്ല. അതാണ് വിറ്റ് ഇതിൻ്റെ ഒക്കെ. പക്ഷെ നമ്മൾക്കൊരു മെമ്മറീസിന് ഇങ്ങനെ എടുത്തു വെക്കാം. കൊള്ളാം. അപ്പം ഇതാണ് കല്യാണ പെണ്ണിൻ്റെ, അതായത് മണവാട്ടി പുതിയ എണ്ണ ഇവിടെ ചുഗ്. ഇതിൽ വേറെ എന്താ ഉള്ളത്? വേറെ കവറ് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ഒന്നുമില്ല. അത് നമ്മൾ ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കട്ടെ കേട്ടോ. അപ്പോൾ അതാണ് വിശേഷങ്ങൾ. ഷൂവിൻ്റെ അൺബോക്സിങ് നിങ്ങൾ കണ്ടു എന്ന് വിചാരിക്കും, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. പിന്നെ കല്യാണച്ചക്കൻ്റെ എന്തൊക്കെയായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കല്യാണച്ചക്കൻ്റെ നിൽക്കാനുള്ള ഡ്രസ്സായിട്ടുണ്ട്. പിന്നെ റിസപ്ഷനുള്ള ഡ്രസ്സ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഡാൻഡ്രഫില്ലേ ട്രീറ്റ്മെൻറ്റിന് പോയിരുന്നു. എന്തോ ഒന്ന് ചെയ്തു വരും. താരം പോയോ ഇല്ലയെന്നൊന്നും അറിയില്ല, നോക്കാം. പിന്നെ ഓയിൽമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്, ഇപ്പോൾ പോവായിരിക്കും. അത്രയാണ് പറയാനുള്ളത്. പിന്നെ എല്ലാവരും കല്യാണം പറയാൻ പോയതാണ്. വേറെ എന്താ പറയാനുള്ളത്? അത്ര തന്നെ. പിന്നെ നമ്മളെ ഫുഡിൻ്റെ ടീം അതാ ഉമ്മ വിളിക്കണം. ഒരു മിനിറ്റ്. ഹലോ, അറിയൂല, പണിക്കാർ വന്നിട്ടില്ല. വിളിച്ചു നോക്കിയിട്ട് ഫോൺ സ്വിച്ച് ഓഫാ. ശരി. ഉമ്മ എന്താ പണിക്കാർ വരാതെ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നാ. ഇതാ ആളിത് അവിടെ ഫോണിൽ എല്ലാം ഇരുന്ന് കാണുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഷൂ ഇഷ്ടപ്പെട്ടോ? ഓക്കെ, അഭിപ്രായം ചോദിക്കുന്ന വീഡിയോ എടുക്കണമെന്നാ? ഓക്കെ, അത് കൂടി എടുക്കാം. പിന്നെ പിന്നെ ഇത് സെലക്ട് ചെയ്തത് പിന്നെ കല്യാണ ചെക്കനല്ല കേട്ടോ, കല്യാണ പെണ്ണാണ് സെലക്ട് ചെയ്ത്. നമ്മള് കല്യാണ പെണ്ണിനുള്ള എല്ലാ സാധനവും കല്യാണ ചെക്കനാണല്ലോ മേടിക്കണ്ടേ. നമ്മള് ഞാൻ പറയട്ടെ, അതായത് ഞങ്ങളവിടെ കല്യാണത്തിന്റെ റിസപ്ഷന് മാത്രാണ് ഡ്രസ് എടുക്കല്. ചെക്കന്റെ വീട്ടിൽ നിന്നോ? മനസ്സിലാവും. ചെക്കന്റെ വീട്ടില്. ഇപ്പം വയനാട്ടിൽ പോയതുകൊണ്ട് കെട്ടിക്കണത് ചെക്കന്റെ വീട്ടിൽ നിന്നാണ്. നമ്മള് നിങ്ങൾ പറഞ്ഞില്ലേ, ചെക്കന്റെ വീട്ടിൽ നിന്നാണ് ഡ്രസ്സ് നിക്കാഹിനുള്ള ഐറ്റംസ് എല്ലാം കൊണ്ടുവരാം. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കണ്ടേ? അതിനൊന്നും പറഞ്ഞില്ലല്ലോ. എടി, അന്റെ വീട്ടില് ഒരു പരിപാടി, നമ്മളെ വീട്ടില് ഒരു പരിപാടി, അങ്ങനെ 2 പരിപാടി. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് അടുത്തടുത്ത് വീടായിരുന്നെങ്കിൽ പെണ്ണിന്റെ വീട്ടിൽ നിക്കാഹ് കഴിഞ്ഞ് അന്ന് തന്നെ റിസപ്ഷൻ ചെയ്തിട്ട് പരിപാടി തീർക്കേനും. പക്ഷെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടുന്ന് ഒരു 4 to 5 hours എടുക്കും നമ്മൾ കൊടുങ്ങല്ലൂർ എത്താൻ. അവിടെ എത്തി പിന്നെ പരിപാടി കഴിഞ്ഞ് അപ്പത്തിനും അവിടുത്തെ എല്ലാവരെയും കൂട്ടി നമ്മൾ ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാല് അത് ടാസ്ക് ആയിരിക്കും. അവർക്കും ബുദ്ധിമുട്ടാവും. നീ പറഞ്ഞ മനസ്സിലായി. ഞാൻ വേറെ കാര്യം പറഞ്ഞ പ്രഷറോട്. അപ്പോൾ അവിടുന്ന് ഇവിടെ വന്ന് അപ്പോൾ ഓർക്കും ഭയങ്കര ടയേർഡായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേന്ന് അവിടെയൊക്കെ പരിപാടി ഉണ്ടാവും. അപ്പം കണ്ടിന്യൂസ് ജേണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ഇതാവും. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് ഇവിടുത്തെ ഹാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണ്ടേ. അപ്പം എല്ലാവരും നമ്മൾ മേജറായിട്ടുള്ള കുടുംബക്കാരൊക്കെ അങ്ങോട്ട് വരികയാണല്ലോ. അപ്പോൾ ഓടിപ്പടച്ച് ഇവിടെ വന്നിട്ട് അതുകൊണ്ടാണ് പിറ്റത്തെ ഞായറാഴ്ചത്തേക്ക് നിക്കാഹ് റിസപ്ഷൻ മാറ്റിയത് കേട്ടോ. അപ്പോൾ അത്ര തന്നെ. ആരോ ചോദിച്ചു സെയിം ഡേ തന്നെ എല്ലാം ചെയ്തൂടെ, ചിലവ് കുറയൂലേ? ചിലവൊക്കെ എല്ലാം ഏത് ദിവസം ചെയ്താലും കത്ത. നീ പറഞ്ഞ മണ്ടത്തരം കട്ട് ചെയ്യണമെന്നോ? അതിന് നീ മണ്ടത്തരം ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ ഗൈസ്, അപ്പം പിന്നെ പെങ്ങളെയും ഉമ്മാനെയും കൂടി കാണിച്ചിട്ട് ഞാൻ ബാക്കിയിടാം. ഓക്കെ, ഇല്ല ഒരു മിനിറ്റ് ഒന്നും കൂടി പറയ്, കേട്ടില്ല. വീഡിയോയിൽ പറയേണ്ടതാണ്. അല്ല അതല്ല, എന്താ ഞാൻ വീഡിയോയിൽ പറയണോ ഈ കാര്യം?
പറഞ്ഞോ. അതായത് പൊതുവെ ചെക്കന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഡ്രസ് ഒന്നും നമുക്ക് ഇഷ്ടപ്പെടൂല പെൺകുട്ടികൾക്ക്. ബിക്കോസ് അത് അവരുടെ മൂത്തുമ്മകളാണോ അങ്ങനെയല്ല, എല്ലാരും കൂടി ചൂസ് ചെയ്ത ഡ്രസ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതിൽ അഭിപ്രായം പറയാം, ഓരെന്തെങ്കിലും വിചാരിക്കോ അങ്ങനെയൊക്കെ. അപ്പൊ എനിക്ക് ഫ്രീഡം കിട്ടിയെന്ന് വെച്ചാല് എനിക്ക് ഇവിടെ ചൂസ് ചെയ്യാം എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് എങ്ങനെ അപ്പൊ എങ്ങനെ വീഡിയോയിൽ എങ്ങനെ പറയണ്ടേ? അത് ഞാൻ എങ്ങനെ പറയാ, അത് ഞാൻ പറയുമ്പോ നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താ മതി. ഇനി എന്റെ മനസ്സിലായില്ലെങ്കിലോ? എന്നാ അത് ഭാവിന്റെ ഉമ്മയും ഭാവിയും വന്ന് എടുക്കുമ്പോ പറയാം, എന്നാലും എക്സ്പ്ലെയിൻ ചെയ്യാം. ശരി 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 ഒരു മിനിറ്റ് പറയണം. ഇത് ഓളാണ് സെലക്ട് ചെയ്തത്, പൈസ കൊടുത്തത് ഞാനാണ്. അപ്പൊ ഞാൻ ഇതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലായില്ല? ഓളാണ് സെലക്ട് ചെയ്തത്, പൈസ കൊടുത്തത് ഞാന്, ഓളാണ് സെലക്ട് ചെയ്തത്. അതായത് പൈസ കൊടുത്തത്, നിങ്ങളെ തൃശ്ശൂർ ഭാഷ മനസ്സിലാക്കണേ ഞാൻ കുറച്ച് കഷ്ടപ്പെടും. പൈസ കൊടുത്തത് ഞാനാണെന്ന് പറയുമ്പോ അത് നീയാണെന്നാണ് മനസ്സിലാക്കുക. പേര് പറയും. അതായത് പൈസ കൊടുത്തത് നിങ്ങളാണ്, പക്ഷെ ഓളാണ് ഇത് സെലക്ട് ചെയ്തത്. ഓക്കെ അങ്ങനെ എല്ലാം വിശദമായിട്ട്. എന്നാലേ ഞാനിതൊക്കെ ക്യാമറയിൽ എടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടില്ല. എന്നാ ശരിയേ, ബാക്കി വിഷയം പിന്നെ പറയാം. നമ്മള് പുതിയണ്ണിന്റെ പിന്നെ ഷൂ കാണിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിടിക്ക് വെയിറ്റ് തുറക്കല്ലേ തുറക്കാനായിട്ടില്ല. ഇവരിപ്പോ കല്യാണമൊക്കെ പറഞ്ഞ് രാത്രി എത്തിയിട്ടേ ഉള്ളൂ. ഇന്ന് എവിടെയായിരുന്നു കല്യാണ പറച്ചില്? ഓക്കെ, കൽപ്പറ്റ. അപ്പൊ തുറക്കും. ഇതാണ് പുതിയണ്ണിന്റെ നിക്കാനിടുന്ന ഷൂ. സൂപ്പറാണല്ലോ. എങ്ങനെയുണ്ട്? മുത്തുള്ള കസ്റ്റം മെയ്ഡ് ആണ്. അടിപൊളി. ഇത് കല്യാണ മുത്താണ്. ഇത് മുത്തില്ലേ? മുത്ത് താഴെ വേറെ ഇത് റിബൺ പോലത്തെ സാധനം. അതെല്ലാം ചെയ്യിക്കുന്ന ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതാ. ഇതൊക്കെ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇങ്ങനത്തെ മോഡൽസ്. ഓള ഐഡിയാസും മൊത്തത്തിൽ ഇങ്ങനെ പറഞ്ഞു. ഇത് ഡ്രസ് വരുമ്പോഴാണ് ഇതെന്തിനാ ഇങ്ങനത്തെ മേടിച്ചെന്ന് മനസ്സിലാവും. സൈസ് കറക്റ്റ് 6 സൈസ് പറഞ്ഞു കൊടുത്തിട്ട്. ഇത് ഹിന്ദിക്ക് ഗുജറാത്ത് എന്നാ തോന്നുന്നു. 3900 എനിക്ക് ഓർമ്മയില്ല. എത്രയാണ് ഞാൻ രാവിലെ പറഞ്ഞു. കസ്റ്റമേഡിന് അത്രേ ഉള്ളൂ. പൊതുവെ കസ്റ്റമേഡ് ഷൂവിനൊക്കെ ഭയങ്കര റേറ്റ് ആണ്. എന്തായാലും സൂപ്പർ ആക്കി. അല്ല പുതിയ ഇത് ആദ്യം കാണിക്കണോ? ഓളെന്നെ പറഞ്ഞ കാണിച്ചോ. കല്യാണം കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ വന്ന് കാണല്ലേ നീ? ഡ്രസ്സൊക്കെ സൂപ്പർ ആക്കി. ഇങ്ങനൊക്കെ ഉണ്ടല്ലോ സംഭവം. ഇങ്ങനൊക്കെ ഉണ്ട് സംഭവം. നമ്മളെ കല്യാണത്തിനൊക്കെ സാധാ ഒരു ചെരുപ്പ്, ചെലപ്പോ സാധാരണ ഹീലുള്ള ചെറിയ ഹീലുള്ള ഒരു ചെരുപ്പ് ഉണ്ടാവും. കാലം മാറി. നമ്മളന്ന് ഷൂ ഒന്നും ഇടൂലല്ലോ. ഇപ്പൊക്കെ ഷൂസൊക്കെ ആണ്. അപ്പൊ ഇത് നമ്മളെ ഇവിടുത്തെ പരിപാടിക്ക് പോകാറല്ലേ? ഇവിടുത്തെ പരിപാടിക്ക് ഇപ്പൊ പറയല്ലേ, അപ്പൊ കളറൊക്കെ പുറത്തു പോലെ. അത് അതിന്റെ വേറെ ലേസ് അത്രേ ഉള്ളൂ. എന്ത്? ഓക്കെ, അപ്പൊ ഗൈസ് അപ്പൊ അത്രേ ഉള്ളൂ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. ഓക്കെ, പുറത്തത്തെ ലൈറ്റ് ഓഫ് ആക്കാൻ പറ്റുന്നില്ല. എന്നാ ഞാൻ വരാം. ഓക്കെ അപ്പം ബൈ. അതൊക്കെ ഞാൻ പറഞ്ഞു, വീഡിയോയിൽ പറഞ്ഞത്. എനിക്കെല്ലാം ഇഷ്ടമായിട്ടോ. എന്റെ ജിമ്മിൽ ഒരു കാലം തോന്നുന്നല്ലേ.